ഉള്ളൂ. അവതാരകനും ബഹുമാനപ്പെട്ട മിനിസ്റ്ററുമെല്ലാം സമയകൃത്യത പാലിക്കണം. അത് മാത്രമേ ചെയറിന് റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ ഭാഗമായി 2005-2006 കാലയളവിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച കേന്ദ്ര സ്കീമാണ് ആശ. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നതിന്റെ ചുരുക്കെഴുത്താണ് സർ ആശ. കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പ്, ഗർഭിണികളുടെ പരിചരണം, ബന്ധപ്പെട്ട ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്ന് ആവശ്യമുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ഉറപ്പാക്കൽ, സാന്ത്വന പരിചരണം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഗൈഡ് ലൈൻ അനുസരിച്ച് ആശമാർ നിർവഹിച്ചു വരുന്നത്. സർ, സംസ്ഥാനത്ത് 21,529 ആശമാർ ഗ്രാമപ്രദേശങ്ങളിലും 4,104 ആശമാർ നഗരപ്രദേശങ്ങളിലും 492 ആശമാർ ട്രൈബൽ മേഖലയിലുമായി ആകെ 26,125 പേർ 14 ജില്ലകളിലായി പ്രവർത്തിച്ചു വരുന്നു. സർ, അന്നത്തെ പ്രധാനമന്ത്രി ബഹുമാന്യനായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ UPA സർക്കാർ ആശമാരെ സന്നദ്ധ പ്രവർത്തകരായിട്ടാണ് നിശ്ചയിച്ചിരുന്നത്. സർ, UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ 2005-2006 കാലയളവിൽ പ്രഖ്യാപിക്കപ്പെട്ട കേന്ദ്ര സ്കീമാണ് ആശ എങ്കിലും ഇവിടെ LDF സർക്കാരാണ് ഇത് നടപ്പിലാക്കിയത്. 2007 നടപ്പിലാക്കിയത്. 2009-2010 കാലയളവിൽ സർ ആദ്യമായിട്ട് കേരളത്തിൽ ആശമാർക്ക് ഉത്സവബദ്ധ പ്രഖ്യാപിച്ചു, ഫെസ്റ്റിവൽ അലവൻസ്. സർ, ആദ്യമായിട്ട് കേരളത്തിൽ ആശമാർക്ക് ഓണറേറിയം പ്രഖ്യാപിക്കുന്നത് LDF സർക്കാരാണ്. 2011 കാലയളവിലാണ് സർ 500 രൂപ പ്രഖ്യാപിച്ചത്. സർ, അതിന് ശേഷം 2011 അധികാരത്തിലെത്തിയ UDF സർക്കാർ 2013 മാർച്ചിലാണ് സർ ഓണറേറിയം കൊടുത്ത് തുടങ്ങിയിട്ടുള്ളത്. സർ, ഓണറേറിയത്തിന്റെ കാര്യത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് സർ. സർ, ഇവിടെ ഓണറേറിയം സംസ്ഥാനം നൽകുന്നത് 7,000 രൂപയാണ്. ഇതുകൂടാതെ സർ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരു ഫിക്സ്ഡ് ഇൻസെന്റീവ് ഉണ്ട്, 3,000 രൂപ. ആ 3,000 രൂപയും 60-40 അനുപാതത്തിലാണ് നൽകുന്നത്. 60% കേന്ദ്ര സർക്കാർ, 40% സംസ്ഥാന സർക്കാർ. ഇതുകൂടാതെ സർ നിശ്ചിത പ്രവർത്തനങ്ങൾക്കുള്ള ഇൻസെന്റീവ് ഉണ്ട്. ഇപ്പോൾ പോളിയോ വാക്സിനേഷന് 75 രൂപ, സാധാരണ ഒരു പ്രതിരോധ കുത്തിവയ്പ്പിന് 20 രൂപ. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഇൻസെന്റീവ്സും 60-40 അനുപാതത്തിലാണ് നൽകുന്നത്. 60 കേന്ദ്ര സർക്കാരും 40 സംസ്ഥാന സർക്കാരും. സർ, അതായത് 13,000 രൂപ ഒരു ആശയ്ക്ക് ലഭിക്കുന്നുണ്ട്. അതായത് 7,000 രൂപ ഓണറേറിയം പ്ലസ് 3,000 രൂപ ഫിക്സ്ഡ് ഇൻസെന്റീവ് പ്ലസ് പ്രവർത്തനങ്ങൾക്കുള്ള സേവനങ്ങൾക്കുള്ള ഇൻസെന്റീവ്സ് കൂടി കണക്കാക്കുമ്പോൾ ഒരു ആശയ്ക്ക് 13,000 രൂപ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ 13,000 രൂപയിൽ 9,400 രൂപയും സംസ്ഥാന സർക്കാർ നൽകുന്നതാണ് സർ. അപ്പോൾ പല മാധ്യമങ്ങളും ഇത് സംബന്ധിച്ച് പല തെറ്റായ വാർത്തകൾ കൊടുക്കുന്നുണ്ട് സർ. സർ, ഇതിൽ ഒരു കാര്യം കൂടി, ഇന്ന് ഒരു പത്രം എഴുതിയിരിക്കുന്നത് കണ്ട് ബഹുമാനിയായ ശാന്തകുമാരി MLA ഇന്നലെ പറഞ്ഞപ്പോൾ ഇതിന്റെ കണക്ക് സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളമാണ്. അപ്പോൾ കണക്ക് പറയാതെ മന്ത്രി എന്ന് അതേ പത്രം തന്നെയാണ് അതിനു മുൻപ് മന്ത്രിയുടെ വാദം എന്നൊക്കെ എഴുതിയത്. ഞാൻ അതുകൊണ്ട് കണക്ക് ബോധപൂർവ്വം മറ്റ് സംസ്ഥാനങ്ങളുടെ പേര് ഇവിടെ പറയേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് സർ. പക്ഷേ ഞാൻ ആ സംസ്ഥാനങ്ങളുടെ പേര് കൂടി പറഞ്ഞ് ഇവിടെ ആ ഓണറേറിയം കൂടി പറയണമെന്ന് ആഗ്രഹിക്കുന്നു സർ. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് 500 രൂപ, ആന്ധ്രാപ്രദേശ് 1000 രൂപ, അരുണാചൽ പ്രദേശ് 2,000 രൂപ, ബീഹാർ 1000 രൂപ, ഛത്തീസ്ഗഡ് സർ ഇൻസെന്റീവ്സിന് മാച്ചിങ് ആയിട്ടുള്ള തുക അതിന്റെ 75% മാത്രം സംസ്ഥാനം നൽകും. ഡൽഹി 3,000 രൂപ, ഗുജറാത്ത് 2,500 രൂപ, ഹരിയാന 6,100 രൂപ, ഹിമാചൽ പ്രദേശ് 4,700 രൂപ, ജാർഖണ്ഡ് 1,000 രൂപ, കർണാടക 5,000 രൂപ, മഹാരാഷ്ട്ര 3,500 രൂപ, മണിപ്പൂർ 1,000 രൂപ, മേഘാലയ 2,000, മധ്യപ്രദേശ് 4,000, ഒഡീഷ 1,000, പുതുച്ചേരി 3,000, പഞ്ചാബ് 2,500, രാജസ്ഥാൻ 1,650, സിക്കിം 6,000, തമിഴ്നാട് 500, തെലങ്കാന 6,750, ത്രിപുര അതും സർ ഇൻസെന്റീവ്സിന് തുല്യമായിട്ടുള്ള 33% തുക അതാണ് സംസ്ഥാനം വെക്കുന്നത്. ഉത്തർപ്രദേശ് 1,500, ഉത്തരാഖണ്ഡ് 3,000, വെസ്റ്റ് ബംഗാൾ 5,250, കേരളം 7,000 സർ. സർ, ഇതാണ് കേരളത്തിൻ്റെതായിട്ട് ഇതാണ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്ക് സർ. ഇതോടൊപ്പം സർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സർ. സർ, ഇതിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023-24 ആശമാർക്ക് നൽകേണ്ടിയ ഇൻസെന്റീവ്സിൽ 100 കോടി രൂപ കേന്ദ്ര സർക്കാർ നമുക്ക് നൽകാനുണ്ട് സർ. 1 രൂപ പോലും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. ആ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ആശമാർക്ക് ഇൻസെന്റീവ്സ് മുടങ്ങാതെ നൽകിയിട്ടുള്ളത്. സർ, ഇതുകൂടാതെ നമ്മുടെ സംസ്ഥാനത്ത്
മെറ്റേണിറ്റി ലീവ് ആദ്യമായിട്ട് ആശമാർക്ക് അനുവദിച്ചു നൽകിയ സംസ്ഥാനം കേരളമാണ് സർ. സർ, അതുകൂടാതെ ഇപ്പോൾ 729 പേർ ജനപ്രതിനിധികളാണ്. ആശമാരിൽ 729 പേർ ജനപ്രതിനിധികളാണ്. അതിൽ 113 പേർ പ്രസിഡന്റ്സോ വൈസ് പ്രസിഡന്റ്സോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാരോ ഒക്കെയാണ് സർ. 1230 പേർ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് സർ. സർ, അതുകൂടാതെ ഭാഗികമായി ക്ലിനിക്കുകളിലൊക്കെ ഉൾപ്പെടെയുള്ള ഭാഗികമായിട്ടുള്ള തൊഴിലും നമ്മുടെ ആശമാർ ചെയ്തു വരുന്നുണ്ട് സർ. സർ, ഇതുകൂടാതെ എങ്ങനെയാണ് കേരളം ഇതിനെ സമീപിക്കുന്നത് എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടി പറയട്ടെ സർ. സർ, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആശാ സ്കീം പ്രഖ്യാപിക്കുമ്പോൾ അന്ന് മിനിമം യോഗ്യത അല്ലെങ്കിൽ മാനദണ്ഡം 7ാം ക്ലാസ് ആയിരുന്നു സർ. സർ, പക്ഷെ പിന്നീട് ഒരു പാർലമെന്ററി സമിതി ഇത് 10ാം ക്ലാസ് ആക്കണം എന്ന് പറഞ്ഞു. കേരളം എന്താണ് ചെയ്തത്? ആ 7ാം ക്ലാസ് ഉള്ളവരെ പിരിച്ചുവിടുകയല്ല ചെയ്തത്, അല്ലെങ്കിൽ അവർ വരണ്ട എന്ന് പറയുകയല്ല ചെയ്തത് സർ. സർ, കേരളം ചെയ്തത് ആ 7ാം ക്ലാസ് യോഗ്യത മാത്രം ഉള്ളവരെ അല്ലെങ്കിൽ 10ാം ക്ലാസ് ഇല്ലാത്തവരെ അവരെ സാക്ഷരതാ മിഷന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് മിഷൻ തന്നെ ചേർത്തുകൊണ്ട് പരീക്ഷ എഴുതിപ്പിച്ചു. അങ്ങനെ 1792 പേർ 10ാം ക്ലാസ് പാസ്സായി സർ. സർ, അവിടെ നിർത്തിയില്ല കേരളം, അവിടെ നിർത്തിയില്ല സർ കേരളം. അവിടെ നിർത്താതെ ഇപ്പോൾ തുടർ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഇപ്പോൾ നിലവിൽ സാർ 798 ആശമാർ ഹയർ സെക്കൻഡറിയിൽ +1 ജോയിൻ ചെയ്തിരിക്കുകയാണ് സാർ. അത് പൂർത്തിയാക്കും. ഇനിയും അവർക്ക് പഠിക്കണമെങ്കിൽ അതിനുള്ള സപ്പോർട്ടും സ്റ്റേറ്റ് മിഷൻ ചെയ്തു കൊടുക്കും സാർ. കഴിഞ്ഞ 3 വർഷമായി സാർ കമ്പ്യൂട്ടർ സാക്ഷരത എല്ലാ ആശമാർക്കും കമ്പ്യൂട്ടർ സാക്ഷരത നൽകിയ സംസ്ഥാനമാണ് സാർ കേരളം. സാർ, ഞാൻ പറയട്ടെ സാർ, അതായത് കേന്ദ്ര സ്കീമിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറുമ്പോൾ എങ്ങനെ കേന്ദ്ര സ്കീമിൽ ഉൾപ്പെട്ട ആശമാരെ ഉൾപ്പെടെ ചേർത്ത് പിടിക്കാമെന്നുള്ളതിന്റെ നല്ല മാതൃകയാണ് സാർ കേരളം കാണിക്കുന്നത്. അത് ഓണറേറിയമാണെങ്കിലും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രവർത്തനമാണെങ്കിലും സാമൂഹ്യമായിട്ട് അവരെ ചേർത്ത് പിടിക്കുന്നതാണെങ്കിലും സാർ, അങ്ങനെയാണ് നമ്മൾ കേരളം മുന്നോട്ട് പോകുന്നത്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും സാർ. സാർ, അതുകൊണ്ട് ഇതിലൊരു അവ്യക്തതയുമില്ല. അതിനാൽ തന്നെ റൂൾ 50 പ്രകാരം നൽകിയിരിക്കുന്ന നോട്ടീസ് ഈ സഭ ചർച്ചയ്ക്ക് എടുക്കേണ്ടതില്ല എന്നുള്ളത് അറിയിച്ചോളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ. നമ്മുടെ നാട്ടിൻപുറങ്ങളിലും ആശുപത്രികളിലും വീൽചെയർ ഉരുട്ടിയും അതുപോലെ തന്നെ ട്രോളി വലിച്ചും ഷിഫ്റ്റ് പോലും ഇല്ലാത്ത സമയക്രമങ്ങളിൽ ജോലി ചെയ്തും വളരെ കഷ്ടപ്പെടുന്ന നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഈ സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ സമരത്തിലാണ് സർ. കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഒരാൾ പോലും പുറത്തിറങ്ങുവാൻ പാടില്ല എന്ന കർശന നിർദ്ദേശമുണ്ടായിരുന്ന കാലത്ത് സ്വന്തം ജീവൻ പോലും നോക്കാതെ നിരവധി ആളുകളെ ബലി കഴിച്ചിട്ട് നമ്മുടെ നാട്ടിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആ സാധു മനുഷ്യർ കഴിഞ്ഞ 23 ദിവസക്കാലമായി ആ സെക്രട്ടേറിയറ്റിലെ വെറും തറയിൽ സമരമിരിക്കുകയാണ് സർ. കോവിഡ് സർവേയും ലെപ്രസി സർവേയും ഇവിടെ നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഗർഭിണികളുടെ പരിചരണവും കുഞ്ഞുങ്ങളുടെ പരിചരണവും ഒക്കെ നടത്തുന്ന ആ സാധു മനുഷ്യർ മഴയും വെയിലും കൊണ്ട് നമ്മുടെ വീടാന്തരം കയറി ഇറങ്ങി വന്ന മനുഷ്യർ അതേ മഴയും വെയിലും കൊണ്ട് തന്നെയാണ് സാർ അവിടെ സമരമിരിക്കുന്നത്. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ആഴ്ചയിൽ 7 ദിവസവും ജോലി ചെയ്യേണ്ടി വരുന്ന ആ സാധുക്കൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആകെ 7000 രൂപ മാത്രമാണ് സാർ. ആ 7000 രൂപ എന്ന തുച്ഛമായ ശമ്പളം പോലും കഴിഞ്ഞ 3 മാസക്കാലമായി മുടങ്ങിയതിന്റെ പേരിലല്ലേ സാർ അവർക്ക് സമരമിരിക്കേണ്ടി വന്നത്. 700 രൂപ പ്രതിദിന വേതനമുള്ള ഈ സംസ്ഥാനത്ത് ആശാ വർക്കർമാർക്ക് ലഭിക്കുന്നത് വെറും 232 രൂപയാണ്. ആ 232 രൂപയാണ് സാർ ഇവർ മുടക്കിയിരിക്കുന്നത്. അവർക്ക് പ്രതിദിനം 700 രൂപയായി ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അവർ ആവശ്യപ്പെടുമ്പോൾ എന്തിനാണ് സാർ ഇവരിങ്ങനെ അസ്വസ്ഥപ്പെടുന്നത്? അവർക്ക് 700 രൂപ ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞത് ഇവർ തന്നെയല്ലേ സാർ? LDFന്റെ 2021 ആണ്ടിലെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് 45-ാം പോയിന്റിൽ ആശാ വർക്കർമാർ, അംഗനവാടി ജീവനക്കാർ, കുടുംബശ്രീ ജീവനക്കാർ തുടങ്ങി സ്കീം വർക്കേഴ്സിന് മിനിമം കൂലി 700 രൂപയാക്കുമെന്ന്. ആ 700 രൂപ ഇവർ നൽകിയ വാഗ്ദാനം, ആ വാഗ്ദാനത്തിന് വേണ്ടി ആ സാധു മനുഷ്യർ സമരം ചെയ്യുമ്പോൾ ഇവർ എന്തൊക്കെ പുലഭ്യമാണ് സാർ അവരെ പറയുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് സാർ അവരെ വിളിച്ചത്? നിങ്ങൾ അവരെ കൃമികീടങ്ങൾ എന്ന് വിളിച്ചില്ലേ? നിങ്ങൾ അവർ ഈർക്കിൽ പാർട്ടികൾ എന്ന് വിളിച്ചില്ലേ? നിങ്ങൾ അവരെ ബക്കറ്റ് പിരിവാർ എന്ന് വിളിച്ചില്ലേ? എന്ന് തൊട്ടാണ് സാർ ഇവർക്ക് ബക്കറ്റ് പിരിവ് ഇത്ര അയിത്തമായി തോന്നി തുടങ്ങിയത്? കൊലയാളികൾക്ക് വേണ്ടി ബക്കറ്റ് പിരിച്ച പാർട്ടിക്കാരല്ലേ സാർ ഇവർ? അവർക്കിപ്പോ ബക്കറ്റ് പിരിക്കുന്നത് മോശം കാര്യമായി തോന്നുകയാണ് സാർ. മിനിമം കൂലി കൂട്ടണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുമ്പോൾ ഇപ്പോൾ മന്ത്രിയും പറഞ്ഞു മിനിമം കൂലി കൂട്ടേണ്ടത് കേന്ദ്രമാണ് എന്ന്. അങ്ങനെ മിനിമം കൂലി കൂട്ടേണ്ടത് കേന്ദ്രമാണ് എങ്കിൽ സാർ പിന്നെ എന്തിനാണ് 2014 ആണ്ട് ഡിസംബർ 8 ഇന്ന് ഈ ആശാവർക്കർമാരുടെ സമരത്തെ തള്ളിപ്പറയുന്ന CITUവിന്റെ സെക്രട്ടറി ശ്രീ എളമരം കരീം ഇതേ നിയമസഭയിൽ 10,000 രൂപയായി അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത്? ഈ ശമ്പളം വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്രമാണെങ്കിൽ പിന്നെന്തിനു വേണ്ടിയിട്ടാണ് സാർ? 2024 ആണ്ട്
ഫെബ്രുവരി മാസം 29-ാം തീയതി സിദ്ദീഖ് അവിടെ ഇരുന്ന് കമന്റ് പറയല്ല. ഹരിയാനയിലെ CITU-കാർ ആശാ വർക്കർമാരുടെ ശമ്പളം 26,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് എന്തിനാണ് സർ സമരം ചെയ്തത്? എന്തിനാണ് സർ ബംഗാളിലെ CITU-കാർ ബംഗാൾ സർക്കാരിനെതിരായിട്ട് സമരം ചെയ്യുന്നത്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 75ാമത് ലോകാരോഗ്യ അസംബ്ലിയിൽ ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ് അവാർഡ് നേടിയ മനുഷ്യന്മാരാണ് സർ കഴിഞ്ഞ 23 ദിവസക്കാലമായി മഴയും വെയിലും കൊണ്ട് സമരമിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ബഹുമാനപ്പെട്ട മന്ത്രിമാരോ അവരോടൊന്ന് സംസാരിക്കുവാനെങ്കിലും തയ്യാറായിട്ടുണ്ടോ? അവരുടെ സമരത്തെ ഒന്ന് ഗൗനിച്ചിട്ടുണ്ടോ? അവരുടെ സമരത്തെ ഗൗനിച്ചില്ല എന്ന് മാത്രമല്ല സാർ, ആ സാധു മനുഷ്യർ മഴ കൊള്ളാതിരിക്കുവാൻ വേണ്ടി കെട്ടിയ ടാർപോളിൻ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ പോലീസ് വലിച്ചു കളഞ്ഞില്ലേ സാർ? അതെന്തൊരു നീതിയാണ് സാർ? ഈ ആരോഗ്യവകുപ്പ് മന്ത്രി ഇത്രയും വിശദീകരണങ്ങൾ ആ ആശാ വർക്കർമാരോട് നടത്തിയോ സാർ? ആ ആശാ വർക്കർമാർ കൊടുത്ത ഡേറ്റയുടെ അടിസ്ഥാനത്തിലല്ലേ സാർ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി ഇടയ്ക്കിടയ്ക്ക് സഭയിൽ വന്ന് കേരളം നമ്പർ 1 എന്ന് വീമ്പ് കൊള്ളുന്നത്? ഈ ആരോഗ്യവകുപ്പ് മന്ത്രി അവർ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയല്ലേ? ഇത്രയേറെ വനിതകൾ അവിടെ സമരം ചെയ്തിട്ട് ആ വനിതകളോടൊന്നും സംസാരിച്ചില്ല എന്ന് മാത്രമല്ല സാർ, ആ വനിതകൾ, ആ സമരം ചെയ്യുന്ന സാധു മനുഷ്യർ അവർ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുവാൻ, അവർ തന്നെ പറഞ്ഞത് ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുവാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ വരണ്ട, ഓഫീസ് ടൈമിൽ ഓഫീസിൽ വരാൻ ആവശ്യപ്പെട്ടു സാർ ആരോഗ്യവകുപ്പ് മന്ത്രി. ഞാൻ ചോദിച്ചോട്ടെ സാർ, ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഞാനും അങ്ങും ഈ സഭയിലിരിക്കുന്ന എല്ലാവരും വീടാന്തരം കയറി വോട്ട് ചോദിച്ചവരല്ലേ സാർ? നമ്മൾ വോട്ട് ചോദിക്കുവാൻ പോകുമ്പോ ഓഫീസ് ടൈമിലാണോ സാർ വോട്ട് ചോദിക്കുവാൻ പോകുന്നത്? വോട്ട് ചോദിക്കാൻ പോകുമ്പോ കൊച്ചു വെളുപ്പാങ്കാലത്ത് പോകാം, പാതിരാത്രിയിൽ പോകാം. പക്ഷെ വോട്ട് കിട്ടി ജയിച്ചതിന് ശേഷം ആ സാധു മനുഷ്യർക്ക് ഒരാവശ്യം വന്നാൽ ആ ആവശ്യം നടപ്പിലാക്കണമെങ്കിൽ ഓഫീസ് ടൈമിൽ വരണമെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങേക്ക് ആ ഓഫീസ് അധികം നാൾ ഉണ്ടാകില്ല എന്ന് ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പടിക്കൽ ഇങ്ങനെ ഒരു സമരം നടന്നിട്ട് മുഖ്യമന്ത്രി അവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? എന്തുകൊണ്ടാണ് ഒരു ജനകീയ സമരത്തെയും അഡ്രസ് ചെയ്യില്ല എന്ന ഫോൾസ് ഈഗോയുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരിക്കുന്നത്? മുഖ്യമന്ത്രി അവരെ കണ്ടില്ലെങ്കിലും അവരുടെ മുന്നിൽ കൂടി കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുക്കുവാൻ പോയി. സന്തോഷം, നിക്ഷേപകരെ കാണൂ. ഞങ്ങൾ 2003 ജിമ്മ് നടത്തിയപ്പോ, ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് നടത്തിയപ്പോ അതിനെ തള്ളി പറഞ്ഞ ആളുകൾ 2025 ആണ്ടിൽ പേര് മാറ്റിയത് നടത്തുന്നതിനകത്ത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. മാത്രമല്ല അത് നടത്തിയത് ഗ്രാൻഡ് ഹയാത്തിലാണ് സാർ. ഈ ഗ്രാൻഡ് ഹയാത്ത് നിർമ്മിക്കുമ്പോ ആ നിർമ്മാണത്തിനെതിരെ സമരം ചെയ്ത ആളുകൾ അതേ ഗ്രാൻഡ് ഹയാത്തിൽ ഈ സമ്മേളനം നടത്തുമ്പോ നിറം മാറുന്നതിനെ പറ്റി ഓർത്ത് ഓന്തുപോലും കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് സാർ ഇവരുടെ മുന്നിൽ. ആശാ വർക്കർമാരുടെ ശമ്പളം 21,000 രൂപയാക്കണമെന്ന് പറയുമ്പോ ഇപ്പൊ മന്ത്രി പോലും പറഞ്ഞെന്താ? ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് 1000 രൂപയായിരുന്നു ഓണറേറിയം. ശരിയാണ് സാർ. ഈ പദ്ധതിയുടെ പ്രാരംഭകാലത്ത് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് കാലത്ത് 300 രൂപയായിരുന്നത് ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് 1000 രൂപയാക്കി. അന്ന് 1000 രൂപയാക്കുമ്പോ ആശാ വർക്കർമാരുടെ പ്രവൃത്തി സമയം എത്രയാ സാർ? ആശാ വർക്കർമാരുടെ പ്രവൃത്തി സമയം വെറും 3 മണിക്കൂർ മാത്രമാണ്. മാത്രമല്ല ആ 3 മണിക്കൂറിന് ശേഷം അവർക്ക് എന്ത് ജോലിക്ക് വേണമെങ്കിലും പോകാം, മറ്റു വരുമാനങ്ങൾ നേടാം. എന്നാൽ ഇന്നതാണോ സാർ അവസ്ഥ? 9 തൊട്ട് 5 വരെയാണ് അവരുടെ പ്രവൃത്തി സമയം. അല്ല സാർ, അത് കഴിഞ്ഞും വീട്ടിൽ വന്നതിന് ശേഷവും അവർ ഡേറ്റ എൻട്രി നടത്തണം. ആ ഡേറ്റ എൻട്രി നടത്തുന്നത് മാത്രമല്ല, 2018 ശേഷം ഈ ആശാ വർക്കർമാർ മറ്റു ജോലിക്ക് പോകുന്നത് നിയമപരമായി നിരോധിക്കുകയും ചെയ്തു സാർ. അവർക്ക് മറ്റൊരു വരുമാനവുമില്ല സാർ. ആ മനുഷ്യർക്കാണ് 10 മാനദണ്ഡങ്ങളിലൂടെ മാത്രം 7,000 രൂപ കിട്ടുന്നത്. ഈ ആശാ വർക്കർമാർക്ക് നേരത്തെ പറഞ്ഞ ജോലികൾ മാത്രമല്ല സാർ ഉള്ളത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഏതെങ്കിലും പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോ ആ പ്രസംഗത്തിന് നിർബന്ധമായി പോയിരുന്ന് കൈയടിക്കണം സാർ. ആ കൈയടിക്കുന്ന സാധു മനുഷ്യർക്ക് ഇവരുടെ പ്രസംഗം കേട്ട് കൈയടിക്കുന്നവർക്ക് 232 രൂപ കൊടുത്താൽ മതിയാകുമോ സാർ? പിന്നെ പറയുന്നത്, ഇപ്പോ മന്ത്രി പോലും പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും അധികം ശമ്പളം കൊടുക്കുന്നത്, ഓണറേറിയം കൊടുക്കുന്നത് കേരളത്തിലാണെന്ന. ഞാൻ ചോദിച്ചോട്ടെ, ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് പഠിച്ച ഇന്ത്യയുടെ മാപ്പിൽ, ഇന്ത്യയുടെ ഭൂപടത്തിൽ സിക്കിം ഇല്ലേ സാർ? സിക്കിമിൽ 10,000 രൂപയാണ് സാർ ഓണറേറിയം. ആ 10,000 രൂപ കേരളത്തിൽ കൊടുക്കുന്ന 7,000-ന് മുകളിലാണ് സാർ. അല്ലെങ്കിൽ തന്നെ ഇവരുടെ താരതമ്യം എന്തൊരു താരതമ്യമാണ് സാർ? ഏത് വിഷയം പറഞ്ഞാലും കേരളത്തെക്കാൾ ദുർബലമായ സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞിട്ട് അവരുമായി താരതമ്യം നടത്തുക. അതുകൊണ്ട് ഈ നാടിന് എന്താ സാർ പ്രയോജനം? ഇവർ താരതമ്യം ചെയ്യുമ്പോൾ ആരുമായി താരതമ്യം ചെയ്യണം? നമ്മളെക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നവർ. ആശാ വർക്കർമാരുടെ കാര്യത്തിലാണെങ്കിൽ ഇവർക്ക് പശ്ചിമ ബംഗാളുമായി താരതമ്യം ചെയ്യുമ്പോൾ പശ്ചിമ ബംഗാളിൽ ആശാ വർക്കർമാർ റിട്ടയർ ആയാൽ അവരുടെ റിട്ടയർമെന്റ് ആനുകൂല്യം 5 ലക്ഷമാണ്. പശ്ചിമ ബംഗാളിൽ ഇവർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് കൊണ്ടല്ല 5 ലക്ഷം. ഇവരെ അവിടുത്തെ ജനങ്ങൾ
കല്ലെറിഞ്ഞോടിച്ചത് കൊണ്ടാണ് അവിടെ Yes, please conclude. 5 ലക്ഷം രൂപ കിട്ടുന്നത്. അല്ലെങ്കിൽ തന്നെ ഇവരുടെ റാങ്കിങ്ങിന്റെ പ്രത്യേകത എന്താ സർ? ഇവരുടെ റാങ്കിങ് വിശേഷമായ റാങ്കിങ് ആണ് സർ. ആ റാങ്കിങ്ങിൽ പരീക്ഷ ഇടുന്നവർ, ചോദ്യം തയ്യാറാക്കുന്നവർ, പരീക്ഷ പരിശോധിക്കുന്നവർ, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവർ. Yes, Sri Rahul, please conclude. സർ, ആശാ വർക്കർമാർക്ക് 700 രൂപ കൊടുക്കാൻ പൈസയില്ല സർ സർക്കാരിന്റെ കയ്യിൽ. പക്ഷേ PSC മെമ്പർമാർക്ക്, ഒരു PSC നിയമനവും നടത്താത്ത മെമ്പർമാർക്ക് 2,23,000 രൂപ Yes. ശമ്പളം ഉണ്ടായിരുന്നത് 3,25,000 ആക്കി വർദ്ധിപ്പിച്ചു സാർ. Yes, conclude. ഒരു മാസമാണ് സാർ. അതായത് 10,000 രൂപ ദിവസ ശമ്പളം ഉണ്ടായിരുന്നത് പോരാ, ദിവസ ശമ്പളം പോരാ എന്ന് പറഞ്ഞ് 13,541 രൂപയാക്കി സാർ. PSC ചെയർമാന്റെ ശമ്പളം 10,000-ൽ നിന്ന് 14,538 ആക്കി വർദ്ധിപ്പിച്ചു സാർ. Yes. ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് സാർ? ഇത് ഇനി പ്രധാനപ്പെട്ട കാര്യമില്ല, പോയിന്റിൽ കൺക്ലൂഡ് ചെയ്യാൻ. എല്ലാം പ്രധാനപ്പെട്ടതാണ്. കൺക്ലൂഡ് ചെയ്യണം സാർ. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ? കേന്ദ്രം പണം തന്നില്ല. കേന്ദ്രം തരാനുള്ളത് കണക്ക് പ്രകാരം പരമാവധി 98 കോടിയാണ് സാർ. കേന്ദ്രം പണം തരണം സാർ, കേന്ദ്രം പണം തരണം സാർ. ആ കേന്ദ്രത്തിൽ നിന്ന് 98 കോടി രൂപ പോലും വാങ്ങിച്ചെടുക്കാൻ കഴിവില്ലാത്ത ശ്രീ KV തോമസിന് 30 ലക്ഷം രൂപ ശമ്പളം കൂടാതെ യാത്രാബത്ത 5 ലക്ഷത്തിൽ നിന്ന് 6,11,000 കൂട്ടി 11,11,000 KV തോമസ് മാഷോട് പറയാം സാർ. വാങ്ങിയെടുക്കാൻ സമയമായി. സാർ, ഇവരുടെ ഫോൾസ് ഈഗോകൾ വിട്ട് ഇവരുടെ പ്രസംഗത്തിന് കൈയടിക്കുന്ന ആ സാധു മനുഷ്യർക്ക് അവർക്ക് 21,000 രൂപ എന്ന ഓണറേറിയം വർദ്ധിപ്പിക്കണം സാർ. മാനദണ്ഡങ്ങൾ അവസാനിപ്പിക്കണം സാർ. കുടിശ്ശിക വരുത്തുവാൻ പാടില്ല സാർ. ആശയറ്റ് സമരത്തിലിരിക്കുന്ന ആ സാധു മനുഷ്യർ അവർ കേവലം ആശാപ്രവർത്തകരല്ല സാർ, അവർ കേരളത്തിന്റെ ആരോഗ്യ സേനയാണ് സാർ. അവരോട് നീതി പുലർത്തുവാൻ വേണ്ടി ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ആരോഗ്യം ശിശുവികസന വകുപ്പ് മന്ത്രി. സാർ, ഈ പാലക്കാട് മെമ്പർ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൂടിയാണല്ലോ. പക്ഷെ SUCയുടെ നാവായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാറി എന്നുള്ളത് ഒരു ഗതികേടായിട്ട് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ സാർ. അതിൽ വളരെ വളരെ അബദ്ധജടിലും സാർ ആശമാരെ കുറിച്ചും ആശമാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒരു കാര്യം പോലും ഈ പ്രമേയ അവതാരകൻ അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തുടക്കം മുതലുള്ള വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് സാർ. ഇവിടെ അത് തുടക്കം മുതൽ ആശമാരെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് സാർ. അദ്ദേഹം പറഞ്ഞല്ലോ, UPS സർക്കാരിന്റെ കാലഘട്ടത്തിൽ, രണ്ടാം UPS സർക്കാരിന്റെ കാലഘട്ടത്തിൽ, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലാണ് ആശാ സ്കീം തുടങ്ങുന്നത് സാർ. അന്നത്തെ ഗൈഡ് ലൈനിലെ ഒരു സെന്റൻസ് ഞാനൊന്ന് വായിക്കാം സാർ. ആ ഗൈഡ് ലൈനിൽ പറയുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റ്സ് may modify these guidelines except that no change may be done in the basic criteria of ASHA being a woman volunteer. നിലപാട് എന്താണ് സാർ? എന്താണ് കോൺഗ്രസിന്റെ നിലപാട് സാർ? എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? എന്താണ് കോൺഗ്രസിന്റെ SUCയുടെ നിലപാടാണോ സാർ INTUC ഉള്ളത്? അതെങ്കിലും പരിശോധിച്ചിട്ട് വരണ്ടേ സാർ പ്രമേയ അവതാരകൻ സാർ? ഇതിൽ കാണേണ്ടത്, ഇനി ഞാൻ ഒരു കാര്യം കൂടെ വായിക്കാം സാർ. ഇതില് ഒരു വാർത്താക്കുറിപ്പാണ്. അത് UDFന്റെ കാലത്തെ അന്നത്തെ ആരോഗ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ് അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് കൊടുത്തൊരു വാർത്തയാണ് സാർ. ദിസ് ഇയേഴ്സ്, അതായത് ഡേറ്റ് കൂടി നോക്കണം, 2014 ഡിസംബർ മാസം 18-ാം തീയതി, 2014 ഡിസംബർ മാസം 18-ാം തീയതി അദ്ദേഹം, അന്നത്തെ ആരോഗ്യമന്ത്രി, മാധ്യമങ്ങളോട് സംസാരിച്ചതിലെ ചില വാക്കുകളാണ്. ഡിസംബർ മാസമാണ് സാർ. This year's incentive for ASHA workers and the 3-month honorarium during 13-14, അതായത് മുൻ സാമ്പത്തിക വർഷത്തെ ഓണറേറിയവും ഈ വർഷത്തെ ഇൻസെന്റീവും will be dispersed before Christmas. പറയുന്നത് എപ്പോഴാണ് സാർ? 2014 ഡിസംബറിൽ സാർ. The honorarium for the year 2014-15, അന്നത്തെ നടപ്പ് സാമ്പത്തിക വർഷം, will be made available before January 30 sir. Sir, he said that he will make an appeal to the central government in the next year's project report to increase the benefit of ASHA workers. Sir, ഇത് പദ്ധതി കേന്ദ്ര സ്കീം പ്രഖ്യാപിക്കുമ്പോൾ ആരായിരുന്നു കേരളത്തില് ഭരിച്ചുകൊണ്ടിരുന്നത് സാർ? UDF ആണ് സാർ. അതിനുശേഷം വീണ്ടും UDF അധികാരത്തിലെത്തിയല്ലോ 2011, 2014 വരെ. ആ കാലഘട്ടത്തിൽ വീണ്ടും കേന്ദ്രവും ഇവിടെയും ഒരേപോലെ കോൺഗ്രസ് ഭരിച്ചില്ലേ? ഈ വിമൻ വോളണ്ടിയേഴ്സ് എന്നുള്ളത് മാറ്റണം, സന്നദ്ധ പ്രവർത്തകർ എന്നുള്ളത് മാറ്റി അതിൽ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ അവരെ കൊണ്ടുവരണം എന്നൊരു നിലപാട് സംസ്ഥാന കോൺഗ്രസ് എടുത്തിരുന്നോ സാർ? അതിനു വേണ്ടിയിട്ട് ഒരു അപേക്ഷ കൊടുത്തിരുന്നോ സാർ? അതിൽ ഇടതുപക്ഷ ഗവൺമെന്റിന് വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട് സാർ. ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ 500 രൂപ 1000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചത്. 1000 രൂപ കൊടുത്തു തുടങ്ങിയത് 2016 ഇടതുപക്ഷ സർക്കാരാണ് സാർ. ആ കണക്ക് നോക്കിയാൽ 400 രൂപയാണ് 5 വർഷം കൊണ്ട് വർദ്ധിപ്പിച്ചത്.
ആ കണക്ക് നോക്കിയാൽ ആ 1000 രൂപയിൽ നിന്ന് ഇപ്പോൾ ആശമാർക്ക് കൊടുക്കേണ്ടിയിരുന്ന UDFന്റെ നിലപാടും UDFന്റെ അവര് സ്വീകരിച്ച സമീപനവുമാണെങ്കിൽ സാർ 1800 രൂപയായിരുന്നു ഇപ്പോൾ ഓണറേറിയം വേണ്ടിയിരുന്നത്. അതായത് 100 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് സാർ ഇരുന്നത്. അങ്ങനെയല്ല ഇടതുപക്ഷ സർക്കാർ ചെയ്തത്. ഇടതുപക്ഷ സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ കൃത്യമായി വാക്കു പാലിച്ചു പോകാനും ഇടതുപക്ഷ സർക്കാരിന് അറിയാം സാർ. സാർ 1000 രൂപയിൽ നിന്ന് 1800 രൂപയാക്കുമല്ല ഇത്രയും വർഷങ്ങൾ കൊണ്ട് ചെയ്തത്. 1000 രൂപയിൽ നിന്ന് 7000 രൂപയായിട്ട് ഉയർത്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് സാർ. അതിൽ ആശമാരുടെ ഓണറേറിയം സംബന്ധിച്ച കാര്യത്തിൽ സർക്കാരിന് നിലപാടുണ്ട് സാർ. അതിൽ അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് സാർ ഉള്ളത്. അതിനിയും വർദ്ധിപ്പിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് സാർ ഉള്ളത്. അതിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല സാർ. സാർ, ഇവിടെ നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്, നമ്മൾ ഇവിടെ മന്ത്രി ചർച്ച നടത്തിയില്ല എന്ന് പറഞ്ഞു. ഞാൻ വളരെ ആദരിക്കുന്ന അനേകം ആളുകൾ പ്രതിപക്ഷ നിരയിലുണ്ട് സാർ. വളരെ ആദരവോടുകൂടി കാണുന്നത്, അത്തരം ബഹുമാനത്തോടെ കൂടി കാണുന്നത് സാർ. ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഈ അവിടെ സമരം ചെയ്യുന്നവരുമായിട്ട് ചർച്ച നടത്തണം. ഞാൻ SMD സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറോട് പറഞ്ഞു ചർച്ച നടത്തണം. അദ്ദേഹം 14-ാം തീയതി SPM സ്റ്റേറ്റ് പ്രോജക്ട് മാനേജർ ചർച്ച നടത്തി സാർ. അവർ പറഞ്ഞു ഇല്ല, ഞങ്ങൾക്ക് മന്ത്രിയെ കാണണം. ശരി, മന്ത്രിയെ അതിനെന്താ വന്നോളൂ എന്ന് ഞാൻ പറഞ്ഞു. 15-ാം തീയതി രാവിലെ 10 മണിക്ക് സാർ എന്റെ ഓഫീസിൽ അവരെത്തി. 10 മണി മുതൽ 11:40 വരെ സാർ ഞാൻ അവരുമായിട്ട് ചർച്ച നടത്തി. വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംസാരിച്ചു സാർ. ഈ 2 കാര്യങ്ങളിലും അവർ ഉന്നയിച്ചിട്ടുള്ള ഒന്ന് ഓണററിയും 21,000 വർദ്ധിപ്പിക്കണമെന്നാ. സിക്കിമിന്റെ കാര്യം പറഞ്ഞല്ലോ. ഞാൻ പഠിച്ചത് സാർ കേരളത്തിലെ സ്കൂളുകളിലും കേരളത്തിലെ കലാലയങ്ങളിലുമാണ് സാർ. ഞാൻ പഠിച്ചെടുത്ത് കൃത്യമായി തന്നെ പഠിച്ചിട്ടുണ്ട് സാർ. ഇതിൽ സിക്കിമിന്റെ ഗവൺമെന്റ് ഉത്തരവുണ്ട് സാർ. ഞങ്ങൾ ഈ വാർത്ത ഇങ്ങനെ പല മാധ്യമങ്ങളും കൊടുക്കുന്നത് കണ്ടിട്ട്, അതുപോലെ ഒരു ഉത്തരത്തിനകത്തും 10,000 രൂപയായിട്ട് ഡിക്ലെയർ ചെയ്തു എന്ന് കണ്ടിരുന്നു സാർ. അതനുസരിച്ച് അവിടുത്തെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഉൾപ്പെടെ ബന്ധപ്പെട്ട് അവർ കഴിഞ്ഞ ദിവസം അയച്ചു തന്ന ഉത്തരവ് എന്റെ കയ്യിലുണ്ട് സാർ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 6,000 രൂപയാണ് എന്നുള്ളതാണ്. അവർ പറയുന്നത് വിശ്വസിക്കാൻ നമുക്ക് മാർഗമുള്ളൂ സാർ. സാർ ഇതിൽ ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം സാർ, സഭയെ തെറ്റിദ്ധരിപ്പിക്കുവാൻ പാടില്ല സാർ. ഞാൻ ആദ്യത്തെ എന്റെ മറുപടിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. 7,000 രൂപയല്ല, അത് ഓണറേറിയം മാത്രമാണ്. ഇൻസെന്റീവ്സ്, ഫിക്സഡ് ഇൻസെന്റീവ് 3,000 രൂപയുണ്ട്. അതുകൂടാതെ വിവിധ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ഇൻസെന്റീവ് ഉണ്ട് സാർ. അങ്ങനെ ജനുവരി മാസത്തിലെ കണക്കെടുത്താൽ 89.98% ആശമാർക്കും 10,000-നും 13,000-നും ഇടയ്ക്ക് വേതനം ലഭിക്കുന്നവരാണ് സാർ കേരളത്തിൽ. ഏറ്റവും ഉയർന്ന വേതനം കേരളത്തിൽ തന്നെയാണ് സാർ ലഭിക്കുന്നത്. അതിൽ 7,000 രൂപ എന്നുള്ളത് സഭയെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് സാർ. കേരളം നമ്പർ 1 ആയതുകൊണ്ട് തന്നെയാണ് സാർ കേരളം നമ്പർ 1 ആണ് എന്നുള്ളത് പറഞ്ഞത് സാർ. വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, വീട്ടിൽ വന്നപ്പോൾ അധിക്ഷേപിച്ചു എന്നുള്ള കാര്യം സാർ. SUCAയുടെ ഇവിടെ പാർലമെന്റ് ഇലക്ഷനിൽ ഇപ്പോൾ അവരുടെ MP-ക്കെതിരെ മത്സരിച്ച വ്യക്തി പറഞ്ഞ കാര്യം അതേ കള്ളമാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് MLA-യുമായിട്ടുള്ള ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാർ. സാർ, വ്യക്തിപരമായി നടത്തിയിട്ടുള്ള അസത്യ പ്രചരണത്തിനും കള്ളപ്രചരണത്തിനുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ആ നിയമ നടപടികളിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് സാർ. സാർ, ഈ അവസരത്തിൽ നമ്മൾ കാണേണ്ടതായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട് സാർ. ഇപ്പോ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ, അതായത് UDFന്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇത് കൊടുത്തത് എന്നുള്ളത് കൂടി നമുക്കൊന്ന് പരിശോധിച്ചു പോകുന്നത് നല്ലതായിരിക്കും സാർ. സാർ, ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആദ്യം പ്രഖ്യാപിച്ച ഓണറേറിയം, മുമ്പ് ഉത്സവ ബത്തയാണ് ഉണ്ടായിരുന്നത്, ഓണറേറിയം പ്രഖ്യാപിച്ചു, പിന്നീട് 500 രൂപയാക്കി. ആ 500 രൂപയാക്കി പ്രഖ്യാപിച്ചത് ആദ്യം കൊടുക്കുന്നത് സാർ 2013 മാർച്ച് മാസത്തിലാണ്. അതായത് 20 മാസത്തിന് ശേഷമാണ് സാർ ഓണറേറിയം കൊടുക്കുന്നത് സാർ. സാർ, അതിനുശേഷം സാർ എന്റെ കയ്യിലുള്ളത് സാർ എക്സ്പെൻഡിച്ചറാണ്. അതായത് ഓണറേറിയം കൊടുത്തതിന്റെ എക്സ്പെൻഡിച്ചറാണ് സാർ. ആ കാലഘട്ടത്തിൽ ഈ 2010-11 മുതൽ 2024-25 വരെയുള്ള ഓണറേറിയത്തിന്റെ എക്സ്പെൻഡിച്ചർ നമുക്കൊന്ന് നോക്കാം സാർ. 2011-12 എത്രയാണെന്നറിയാമോ സാർ എക്സ്പെൻഡിച്ചർ? അതായത് UDFന്റെ കാലഘട്ടത്തിൽ ഒന്നും കൊടുത്തിരുന്നില്ല, 0.11% സാർ. ഫെസ്റ്റിവൽ അലവൻസ് മാത്രം സാർ കൊടുത്തിരുന്നു. അതിനുശേഷം വീണ്ടും 14-15 നമ്മൾ ഓരോ വർഷം നോക്കിയാലും ഒരു വർഷം പിന്നീടാണ് കൊടുത്തത്. 2013-14 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ളത് കൊടുത്തത് 2014 മെയ് മാസത്തിൽ സാർ. 13-14 ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ളത് കൊടുത്തത് 2014 ഓഗസ്റ്റ് മാസത്തിൽ സാർ. 13-14 ഡിസംബർ ടു ഫെബ്രുവരി വരെയുള്ളത് കൊടുത്തത് 2014 ഡിസംബർ മാസത്തിൽ സാർ. സാർ, 2013-14 മാർച്ച് മാസത്തിലെ ഓണറേറിയം പിന്നീട് റിലീസ് ചെയ്തത് സാർ 3-4-2015 സാർ. സാർ, ഓരോ വർഷം പിന്നിട്ടാണ്, വൈകിയാണ് സാർ കൊടുക്കുന്നത്. 2014-15 UDFന്റെ കാലത്ത് ഓണറേറിയം കൊടുത്ത ആ ശതമാനം ഒന്ന് നോക്കണം സാർ. 1.97% സാർ. സാർ, അതോടൊപ്പം തന്നെ പിന്നീട് ഇങ്ങോട്ട്
2016 ഞാൻ കണക്കുകൾ വെച്ചാണ് പറയുന്നത് സാർ. ഞാൻ ടേബിൾ ചെയ്യാൻ തയ്യാറാണ് സാർ. 2016-17 ബജറ്റും എക്സ്പെൻഡിച്ചറും നമുക്കൊന്ന് നോക്കാം. 16-17 മുതലുള്ളത് 46 കോടി, 36 കോടി, 130 കോടി, 124 കോടി സാർ, ഇങ്ങനെ കൂടി വരികയാണ്. 2024-25 ബജറ്റിൽ അനുവദിച്ചത് 189 കോടിയാണ് സാർ. പക്ഷെ ചെലവാക്കിയതോ 211 കോടിയാണ് സാർ. കാരണം ബജറ്റിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തുക ഓണറേറിയത്തിനായി കൊടുത്തു സാർ. സാർ, ഈ ആശമാരുടെ കാര്യത്തിൽ അതിൽ വളരെ വളരെ മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം വേണമെന്ന നിലപാടുള്ള സർക്കാരാണ് സാർ. 2023 ഇത് സംബന്ധിച്ചിട്ട് മറ്റ് സംഘടനകളെ ഉൾപ്പെടെ വിളിച്ചുകൊണ്ട്, ആശമാരുടേത് മാത്രമല്ല മറ്റ് ഹെൽത്ത് വർക്കേഴ്സിന്റെ സംഘടനകളെ വിളിച്ചുകൊണ്ട് ചർച്ച നടത്തി. ഇവർക്ക് അമിതമായിട്ടുള്ള ജോലി ഭാരമുണ്ട് എന്നുള്ളത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു, ഗൈഡ് ലൈൻ പുറത്തിറക്കി സാർ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആശമാർ മുന്നോട്ട് പോകുന്നത് സാർ. അതോടൊപ്പം തന്നെ മെറ്റേണിറ്റി ലീവിന്റെ കാര്യം ഞാൻ പറയുകയുണ്ടായി. അതോടൊപ്പം സാർ, ഈ ഘട്ടത്തിൽ ഈ 6-ാം തീയതി ആശാ ഫെഡറേഷൻ ചർച്ച നടത്തിയിരുന്നു സാർ. അവർ സമരം നടത്തിയത് 7-ാം തീയതി എന്ന ഒരു ചർച്ച നടത്തിയപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ശൈലി സർവേയുമായി ബന്ധപ്പെട്ട OTP വരുന്നത് അത് പിൻവലിക്കണമെന്ന് പറഞ്ഞു സാർ. എല്ലായിടത്തും കേരളത്തിൽ അത് പിൻവലിക്കാനായിട്ട് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ അത് പിൻവലിക്കുകയുണ്ടായി സാർ. അതോടൊപ്പം കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഒരു സ്കീം, ഒരു പ്രോജക്ട് കേന്ദ്രത്തിൽ നിന്ന് വന്നു. അപ്പൊ അത് ഇവരുടെ കൂടെ ഒന്നിച്ചു ചെയ്യുന്നതിന് പകരം അത് ഇതിൽ ഉൾപ്പെടുത്തി, ശൈലി സർവേയിൽ തന്നെ ഉൾപ്പെടുത്തി ചെയ്യണം എന്നുള്ളത് പറയുകയുണ്ടായി സാർ. സാർ, ഇവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, അത് വളരെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ് സാർ. അതായത് മറ്റു തൊഴിലുകൾക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് സാർ. ഇത് 2021 നവംബർ മാസത്തിൽ ഈ ഗവൺമെന്റിന്റെ ചുമതല ഏറ്റെടുത്ത ആദ്യ വർഷം നവംബർ മാസത്തിലെ പ്രൊസീഡിംഗ്സ് ആണ് സാർ. അതില് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള കാര്യത്തിൽ പറയുന്നുണ്ട്, സൂചന 5 പ്രകാരം കോവിഡ് വ്യാപനത്തെ തുടർന്ന് ആശാപ്രവർത്തകരെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സൂചന 6 പ്രകാരം ആശാപ്രവർത്തകർക്ക് പ്രസ്തുത പദ്ധതിയിൽ തുടരാവുന്നതാണ്. അതാണ് ഞാൻ സാർ നേരത്തെ പറഞ്ഞ കണക്ക്. 1230 പേർ ഇപ്പോൾ നിലവിൽ MNREGS-ലുണ്ട്. പിന്നെ മറ്റ് തൊഴിലുകൾ എടുക്കുന്നവരുണ്ട് സാർ. ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം സാർ, ഇതില് CITU-ന്റെയും INTUC-യുടെയും ഒക്കെ സംഘടനകൾ ആവശ്യപ്പെടുന്ന കാര്യം സാർ, അത് കേന്ദ്രത്തിന്റെ ഈ നയത്തിൽ മാറ്റം വരണം എന്നുള്ളതാണ് സാർ. കേന്ദ്ര സ്കീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ കേന്ദ്ര സർക്കാർ കൃത്യമായി നിലപാടെടുക്കണം എന്നുള്ളതാണ്. ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യം കൂടിയുണ്ട് സാർ. കേന്ദ്ര സർക്കാരിന് വേണ്ടി കൂടി കോൺഗ്രസിന്റെ അംഗം സംസാരിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് സാർ. അദ്ദേഹം പറയുകയാണ് 98 കോടി രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ MP-മാരോടൊരു വിവരാവകാശം അവിടെ കൊടുത്തു നോക്കാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം MP-മാരോട് ആവശ്യപ്പെടുന്നത് സാർ, MP-മാരെ ഇവിടെ നിന്ന് ജയിപ്പിച്ചയച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് കൂടിയാണ് സാർ. സാർ, അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് സർക്കാരിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഇതിനെ അവരെ സാമൂഹികമായി ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ഇനിയും അത് 1800 രൂപയല്ല, UDF-ന്റെ നിലപാട് തുടർന്ന് 1800 രൂപയല്ല സാർ, അത് 7000 രൂപയാക്കി ഇനിയും അത് ഉയർത്തണം എന്ന് തന്നെയാണ് സർക്കാർ കണ്ടിട്ടുള്ളത്. ആ നിലയിൽ തന്നെ പറഞ്ഞ വാക്ക് പാലിച്ച് തന്നെ LDF മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ സാർ, ഇത് ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി സഭയെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട ആരോഗ്യം, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കുന്നതിൽ ഉപക്ഷേപം അനുമതി നിഷേധിക്കുന്നു. സർ, ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ കണക്കുകളും കാലഘട്ടവും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. സർ, എന്തിനാണ് സർ SUCIയുടെ വക്താവായി ഇവിടെ സംസാരിക്കണമെന്ന് ചോദിച്ചത്? നമ്മൾ ഈ സഭയിലിരിക്കുന്ന കക്ഷികൾക്ക് മാത്രമേ സമരം നടത്താൻ പാടുള്ളൂ. സാർ, ഈ നാട്ടിൽ എത്ര സംഘടനകളുണ്ട്? അവരെല്ലാം ഏതെല്ലാം തരത്തിൽ സമരം ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം ഏതെല്ലാം ഘട്ടത്തിൽ ചില സമരങ്ങൾ ന്യായയുക്തമായ സമരമാണ് എന്ന് കരുതി അവർക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട്. ഒരു ശരിയായ ആവശ്യം ഒരു സംഘടന മുന്നിൽ വെച്ച് സമരം ചെയ്യുമ്പോൾ ഇതേ ആവശ്യം ഉന്നയിച്ച് CITU-വും INTUC-യും അടക്കമുള്ള സംഘടനകൾ സമരം ചെയ്തിട്ടില്ലേ? രാജ്യവ്യാപകമായി സമരം ചെയ്തിട്ടില്ലേ? സാർ, ഇത് അവർ ചോദിക്കുന്നത് കൂടുതലാണ് എങ്കിൽ എന്തിനാണ് സാർ 2014 ഇപ്പോൾ അവരെ ആക്ഷേപിക്കുന്ന CITU നേതാവ് ശ്രീ എളമരം കരീം ഇവിടെ MLA ആയിരിക്കുമ്പോൾ അദ്ദേഹം ഈ സഭയിൽ സബ്മിഷൻ കൊണ്ടുവന്ന് ഇവരുടെ സ്ഥിതി വളരെ മോശമാണ്, അതുകൊണ്ട് അന്ന് ഇത്രയും ജോലിയില്ല, 2014 അവർക്ക് ഇത്രയും ജോലിയില്ല, ഇതിന്റെ പകുതി ജോലിയില്ലാത്ത കാലത്ത് സാർ അവർക്ക് 10,000 രൂപ ആയി അവരുടെ പ്രതിമാസ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക 2014.
സാർ എന്നെ തീർക്കാൻ സമ്മതിച്ച് ഞാൻ തീർത്തിട്ടേ പോവുള്ളൂ. 2007 മുതൽ 2011 വരെയുള്ള കാലയളവിൽ മന്ത്രി പറഞ്ഞതുപോലെയല്ല സംസ്ഥാന സർക്കാർ യാതൊരു ഓണറേറിയവും നൽകിയിരുന്നില്ല. ആ സർക്കാരിന്റെ കാലത്ത് 2011-12 അവസാന ബജറ്റിൽ 300 രൂപ ഓണറേറിയമായി നൽകുമെന്ന് പ്രഖ്യാപിക്കുക മാത്രമേ ചെയ്ത്. അത് കൊടുത്തത് എപ്പോഴാ? അത് കൊടുത്തത് UDF സർക്കാരാണ്. അത് കൊടുത്തത് മുഴുവൻ തുക, മുഴുവൻ തുക 1 രൂപ 2007 മുതൽ 11 വരെയുള്ള കാലയളവിൽ അവർക്ക് കൊടുത്തിട്ടില്ല. UDF ഗവൺമെന്റ് ആണ് ആദ്യമായി ഓണറേറിയം നൽകി തുടങ്ങിയത്. വെറുതെ ബഹളം ഉണ്ടാക്കില്ലേ, പറയുന്ന കേക്ക് കണക്കല്ലേ പറയുന്നത്. ഈ നിയമസഭയിൽ നൽകിയ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാണ്. ഞാൻ സംസാരിക്കുമ്പോൾ വാക്കൌട്ട് സ്പീച്ച് നടത്തുമ്പോൾ എത്ര തടസ്സപ്പെടുത്തിയാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ട് പോയിക്കോ. അല്ലല്ല, അങ്ങനെ ബഹളം ഉണ്ടാക്കി പറയാൻ പറ്റും? അങ്ങേക്ക് പറയാൻ പറ്റും? അല്ലല്ല, അങ്ങനെ പറ്റില്ലല്ലോ. സംസാരിക്കുന്നുണ്ടാണ്. എനിക്ക് അങ്ങോട്ട് നോക്കാൻ പാടില്ലെന്ന് എവിടെ എഴുതി വെച്ചേക്കുന്നത്? അങ്ങനെയൊന്നും അതിന് ഇല്ലാത്ത റൂളൊന്നും ഉണ്ടാക്കണ്ട. റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ അങ്ങനെയൊന്നുമില്ല സാർ. ഇവിടെ ഒന്നാമത്തെ കാര്യം സാർ. രണ്ടാമത്തെ കാര്യം എന്താണ് സാർ? ഇവിടെ പറഞ്ഞു, മന്ത്രി പറഞ്ഞ കണക്കാണ് സാർ. പല പാർലമെന്റ് അംഗങ്ങളും വല്ല പണിയും ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു സാർ. ഇവിടെ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ലോകസഭയിൽ ചോദിച്ച ചോദ്യത്തിനാണ് ഉത്തരം കൊടുത്തത്. അതാണ് ശ്രീ രാഹുൽ മാങ്കുട്ടത്തിലൂടെ പറഞ്ഞത്. അതിൽ പറഞ്ഞു, വളരെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്, സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റ് ആണ് ആ ചോദ്യങ്ങൾ മുഴുവൻ. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത് 2024-25 സാർ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഇയർ മാർക്ക് ചെയ്തുള്ള പൈസ അല്ല കൊടുക്കുന്നത്, NHMന്റെ ഫണ്ടിലാണ് കൊടുക്കുന്നത്. മന്ത്രി വളരെ ബുദ്ധിപൂർവ്വം 60-40 എന്ന് പറഞ്ഞത് കറക്റ്റാണത്. 60-40 NHMന്റെ ഫണ്ടാണ് കൊടുക്കുന്നത് സാർ. NHMന്റെ കൊടുക്കാനുള്ള ഫണ്ട് 913 കോടി കൊടുക്കേണ്ട സ്ഥലത്ത് 815 കോടി രൂപ കൊടുത്തു. ഏത്? ഈ ജനുവരി 25 ആയപ്പോൾ കൊടുത്തു കഴിഞ്ഞു ഈ ഫിനാൻഷ്യൽ ഇയറിലെ പൈസ. ഇനിയുണ്ട് 1.5 മാസം, 2 മാസം കൂടി ഉണ്ട്. അപ്പൊ ബാക്കി 100 കോടി രൂപ കൊടുക്കാനുള്ളൂ. ആ 97 കോടി രൂപ എന്ന് പറയുന്നത് മൊത്തം NHMന്റെയാണ്, അല്ലാതെ ഇൻസെന്റീവ് അല്ല. പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്. ഇൻസെന്റീവ് അല്ല, ഈ ഇൻസെന്റീവിന്റെ തുകയല്ല, മൊത്തം NHMന് കൊടുക്കാനുള്ള തുകയുടെ അല്ലെങ്കിൽ 900 കോടി രൂപ NHMന് കൊടുക്കണോ? അല്ല, ഈ ആശാ വർക്കർമാർക്ക് കൊടുക്കണോ? മൊത്തം NHMനുള്ള തുകയിൽ 97 കോടിയാണ് കൊടുക്കാനുള്ളത്. അതിന്റെ നിങ്ങൾ കഴിഞ്ഞ 9 വർഷക്കാലം NHMന്റെ ഈ ഷെയർ 40% നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഷെയർ ഒന്ന് ടേബിൾ ചെയ്യാമോ? നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന ഷെയർ ഇതൊക്കെ പറയുമ്പോ അതിന്റെ കണക്കൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ ഇവിടെ ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട് സാർ. പിന്നെ പറഞ്ഞു ശ്രീ ഡീൻ കുര്യാക്കോസ്, അല്ല ശ്രീ ജി കുമാർ നായിക്, അദ്ദേഹം പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിനാണ്, പാർലമെന്റിൽ കിട്ടിയിരിക്കുന്ന മറുപടിയാണ് സിക്കിം ഗവൺമെന്റ് 6000 രൂപയിൽ നിന്നും 10000 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. മനസ്സിലായോ? പാർലമെന്റിൽ കിട്ടിയ മറുപടിയാണ് സാർ. അതിൽ തന്നെ ആന്ധ്രാപ്രദേശ് 7000 രൂപ ഓണറേറിയം കൊടുക്കുന്നുണ്ട് എന്ന് അതിന്റെ അകത്ത് പാർലമെന്റിൽ കിട്ടിയ മറുപടിയിൽ അതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട് സാർ. കേന്ദ്രത്തിനെതിരെയാണ് സമരം ചെയ്യേണ്ടതെങ്കിൽ സാർ, ഇത് നിങ്ങളുടെ പ്രസിദ്ധീകരണ പീപ്പിൾസ് ഡെമോക്രസിയിൽ ആശാ വർക്കേഴ്സ് CITUവിന്റെ നേതൃത്വത്തിൽ ഹരിയാനയിൽ നടത്തിയ സമരത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഹരിയാന ഗവൺമെന്റ് ഇൻസെന്റീവ് ഇത് ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. കാരണം എന്താ? ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. സ്റ്റേറ്റ് സബ്ജക്റ്റിൽ സ്റ്റേറ്റ് ആണ് ഇത് ചെയ്യേണ്ടത്. അവർ നടത്തിയ സമരത്തിലെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഹരിയാനയിൽ നടത്തിയിരിക്കുന്ന CITU നടത്തിയിരിക്കുന്ന സമരമാണ് സാർ. ഇനി വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കർണാടകയിൽ ആശാ വർക്കർമാർ സമരം നടത്തി സാർ. അവർ സമരം നടത്തിയത് ഒരു മൈതാനത്താണ്. അവിടുത്തെ മുഖ്യമന്ത്രി എന്താ ചെയ്തത് സാർ? മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥന്മാരെയും ആശാ വർക്കേഴ്സിന്റെ യൂണിയൻ നേതാക്കളെയെല്ലാം വിളിച്ചു ചേർത്ത് അവരുടെ ഓണറേറിയം 10000 രൂപയാക്കി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് കർണാടക മുഖ്യമന്ത്രി ചെയ്ത എന്താണെന്നറിയാമോ? ഹെൽത്ത് കമ്മീഷണറെ ഇവര് സമരം ചെയ്യുന്ന ആ മൈതാനത്ത് വിട്ട് ആ ഹെൽത്ത് കമ്മീഷണർ
ഇത് അനൗൺസ് ചെയ്തു 10,000 രൂപയാക്കി ഇത് വർദ്ധിപ്പിച്ചിരിക്കുന്നു. സാർ അവരുടെ സന്തോഷം കണ്ടോ? അവരുടെ സന്തോഷം 10,000 രൂപ. സാർ അതാണ് മുഖ്യമന്ത്രി. യെസ് പ്ലീസ് 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 അദ്ദേഹം കൺക്ലൂഡ് ചെയ്യട്ടെ. പ്ലീസ് അദ്ദേഹം കൺക്ലൂഡ് വാക്കൗട്ട് സ്പീച്ച് കഴിയട്ടെ. പ്ലീസ് പ്ലീസ് നിങ്ങൾ തന്നെ ബഹളം ഉണ്ടാക്കുന്നത്, നിങ്ങളെ ബഹളമാണ് കൂടുതൽ. യെസ് വിൻസെന്റിന്റെ ഒച്ചയാണ് പുറത്ത് വരുന്നത്. അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പൊ പറഞ്ഞു വെസ്റ്റ് ബംഗാൾ അവരവരുടെ ആനുകൂല്യങ്ങൾ അത് റിട്ടയർ ചെയ്യുമ്പോൾ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു ഓരോ തരത്തിൽ. പിന്നെ കേരളത്തിലാണ് സാർ പണ്ട് മുതലേ വിദ്യാഭ്യാസ രംഗവും ആരോഗ്യ രംഗവും ഏറ്റവും നന്നായി കൊണ്ടുപോകുന്ന സംസ്ഥാനമല്ല കേരളം. എത്രയോ വർഷമായിട്ട് കേരളത്തിലെ ആശാ വർക്കർമാരുടെ ജോലി ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ഉള്ള ആശാ വർക്കർമാർക്ക് ആ ജോലി ഉണ്ടോ? സാർ ഉണ്ടോ? നമ്മൾ അറിയണ്ടേ. അത്രയും ജോലി ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇത് ശരിയാണ്, മൻമോഹൻ സിംഗ് കൊണ്ടുവന്നപ്പോ വോളണ്ടിയർ ആയിട്ടാണ് കൊണ്ടുവന്നത്, വോളണ്ടിയർ സർവീസ് ആയിട്ടാണ് കൊണ്ടുവന്നത്. 2 മണിക്കൂർ ജോലി ചെയ്താൽ മതി എന്നാ പറഞ്ഞത്, 1-2 മണിക്കൂർ ഒരു ദിവസം, ബാക്കിയുള്ളത് ഏതെങ്കിലും ജോലിക്ക് പോകാന്ന് പറഞ്ഞു. ഇപ്പൊ പറ്റുമോ സർ? ഒരു ആശാ വർക്കർക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ? സാർ 12-14 മണിക്കൂറാണ് സാർ ജോലി. സാർ എന്താണ് കുട്ടികളുടെ ഇഞ്ചക്ഷൻ, കുഷ്ഠരോഗ നിവാരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഏർലി ഡിറ്റക്ഷൻ, പിന്നെ ഗർഭിണിയെ 3 മാസത്തിനുള്ളിൽ കണ്ടെത്തി രജിസ്റ്റർ ചെയ്യിപ്പിക്കുക, വാർഡ് റിപ്പോർട്ട് തയ്യാറാക്കുക, വാർഡ് തല അവലോകന യോഗം നടത്തുക, സബ് സെന്റർ അവലോകന യോഗത്തിൽ പങ്കെടുക്കുക, പഞ്ചായത്ത് അവലോകന യോഗത്തിൽ പങ്കെടുക്കുക, ആരോഗ്യ സംബന്ധിയായ ക്ലാസ് നടത്തുക, ആക്ടിവിറ്റി നടത്തുക, വൾണറബിളായി വ്യക്തികളുള്ള 10 വീടുകളിൽ സന്ദർശനം നടത്തുക, മാസത്തിൽ 4 ദിവസം ഡ്യൂട്ടി. സാർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, ഈ പാവങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ കുത്തിക്കുറിക്കലും കണക്കുമായിട്ട് രാത്രി പാതിര വരെ ഇരിക്കണം. നമ്മൾ ഇതൊന്നും കാണാതെ പോകരുത്. നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ എത്രമാത്രം സമരം നിങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ ചെയ്തിരിക്കുന്നു, ഏതെല്ലാം രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തിരിക്കുന്നു. ട്രാൻസ്പോർട്ട് ബസ് കത്തിച്ചിട്ട് അതിനകത്തിരിക്കുന്ന 4 പേര് വെന്തു മരിച്ച ഒരു സമരം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. സാർ അങ്ങനെ എത്ര സമരം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അവരെ എന്തൊക്കെയാണ്? പാട്ടപ്പിരിവുകാർ, സാംക്രമിക രോഗങ്ങൾ പരത്തുന്ന കീടങ്ങൾ. പിന്നെ ഇന്നലെ ഒരു CITU നേതാവ് പറഞ്ഞത് സുരേഷ് ഗോപി അവിടെ പോയപ്പോ അവർക്ക് കൊട കൊടുത്തതിന്റെ കൂടെ അവർക്ക് ഉമ്മ കൊടുത്താന്ന്. സാർ നിങ്ങൾക്ക് യോജിച്ചതാണോ? ഈ ആരോഗ്യമന്ത്രി പറയേണ്ട അതിന് മറുപടി. ഇയാൾ അത് ചെയ്തത് തെറ്റാണെന്ന് പറയണ്ടേ? എനിക്ക് പറയാനുള്ളത് പറയണം. സമയം കഴിഞ്ഞാൽ കട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. അങ്ങനെ ബഹളം ഉണ്ടാക്കി സമയം കഴിഞ്ഞാൽ കട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടേ പോകും. ഇവിടെ പറയാൻ സമയമുണ്ട്, ബാക്കി ഇവിടെ പുറത്തു പറയാം. യെസ് സാർ, അത്രേ പറ്റൂ സാർ. അവരുടെ ജോലി ഭാരം മനസ്സിലാക്കി അവരോട് ന്യായമായ തീരുമാനമെടുക്കണം. സാർ സമരം ചെയ്ത് തെറ്റാണോ? ഒരു ന്യായമായ ആവശ്യത്തിന് വേണ്ടി 12-14 മണിക്കൂർ ജോലി ചെയ്യുന്ന സ്ത്രീകൾ തിരുവനന്തപുരത്ത് വന്ന് സമരം ചെയ്യുമ്പോൾ സാർ എനിക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, മുഖ്യമന്ത്രി അവരെ വിളിച്ച് ചർച്ച ചെയ്യണം. സാർ കർണാടക മുഖ്യമന്ത്രി ചെയ്തതുപോലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അവരോട് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം. നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ നിങ്ങൾ 21,000 രൂപ കൊടുക്കാം എന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ? അപ്പോ അവര് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ സമരം ചെയ്യുമ്പോൾ ആ സമരം എങ്ങനെ തെറ്റായി മാറും സാർ? സാർ ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതിഷേധം. പ്ലീസ് അല്ല, സമയമായി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചേർന്ന് നോക്കിയിട്ട് കാര്യമില്ല. സമ്മതിക്കുന്നില്ല, പിന്നെ വേറെ വഴിയൊന്നുമില്ല. അടുത്ത ബിസിനസ് വഴി പോണ്ടി വരും, അത്രേ ഉള്ളൂ. അല്ല, അടുത്ത ബിസിനസ് വഴി പോണ്ടി വരും. നിങ്ങളുടെ വാക്കൗട്ട് സ്പീച്ചിന്റെ ക്രക്സ് വന്നു. നിങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യണം, അതോടെ അവസാനിച്ചു അവിടെ വിഷയം. യെസ്, അത് നിങ്ങളല്ല തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് വാക്കൗട്ട് ചെയ്യാൻ ഇവിടെ ഇരിക്കാം. അങ്ങനെ ഇല്ലെങ്കിൽ അടുത്ത ബിസിനസ് വഴി പോകും. യെസ് ഓർഡർ 11 മിനിറ്റായി. ഒരു സ്ഥിരമായി കൊടുക്കുന്ന സമയം കൊടുക്കാൻ പറ്റൂ. ആദ്യം തന്നെ ചെയർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്ര സമയം കൊണ്ടേ പറ്റൂ. യെസ്.